ഒരുപക്ഷെ നിങ്ങൾ മണമില്ലാത്തവരായിരിക്കാം. Sometimes you may not have smell. നിങ്ങൾ രുചിയില്ലാത്തവരായിരിക്കാം. Sometimes you may not be having taste. നിങ്ങൾ നിറമില്ലാത്തവരായിരിക്കാം. Sometimes you may not have color. യേശുവിന് മാറ്റം വരുത്താൻ കഴിയും. But Jesus can bring change to your life. അതൊരു സെക്കൻഡിലുണ്ട്. ഷാലോം മന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Welcome to Shalom Manna. ഇന്ന് ദൈവവചന പഠനത്തിന് വേണ്ടി കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് സംശയമില്ല. There is no doubt regarding that those who are right now in front of television to hear the word of God will be blessed. പ്രത്യേകാൽ ഇന്ന് കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. Especially we can experience the presence of God. കർത്താവ് എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങളുണ്ട്. Wherever we can seek Lord, there we can also find out miracles. എവിടെ കർത്താവുണ്ടോ അവിടെ വലിയ സമാധാനമുണ്ട്. Wherever the Lord is, there will be peace. എവിടെ കർത്താവുണ്ടോ അവിടെ രോഗസൗഖ്യമുണ്ട്. Wherever the Lord is, there will be healing. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ട് എങ്കിൽ അവിടെ വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതിന് സംശയമില്ല. Therefore, if Lord is with us right now, then there is no doubt regarding that there will be miracle in our life. വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കണം. Let us expect more today in this TV program. ഇന്ന് ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധ വേദഭാഗം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. Today we are going to think from the scriptures, John chapter 2 verse 1. 3-ാം നാൾ ഗലീലയിലെ കാനയിലെ ഒരു കല്യാണമുണ്ടായി. And the third day there was a marriage in Cana of Galilee. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. And the mother of Jesus was there. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. And Jesus also was bidden and his disciples to the marriage. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്. And when the wine failed, the mother of Jesus said unto him, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. They have no wine. യേശു കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. Today we are going to meditate about a great miracle done by Jesus. വീഞ്ഞില്ലാത്തിടത്ത് വീഞ്ഞ് കർത്താവ് ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. Jesus made wine where there was no availability of wine. യേശു ആദ്യമായി ചെയ്ത ഒരു അത്ഭുതം കൂടെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Today we are going to think about the first miracle done by Jesus. ആ ഒന്നാമത്തെ അത്ഭുതത്തിന് തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട്. In this first miracle itself, there are some specialities. പച്ചവെള്ളത്തിന് മണമില്ല. Ordinary water does not have smell. പച്ചവെള്ളത്തിന് നിറമില്ല. Ordinary water does not have color. പച്ചവെള്ളത്തിന് രുചിയില്ല. Ordinary water does not have even a taste. യേശു രുചിയും മണവും നിറവുമില്ലാത്തതിന് മണവും രുചിയും നിറവും കൊടുത്തതാണ് അത്ഭുതം. But this miracle is about Jesus giving taste, smell to this ordinary water. യേശു കർത്താവിന് അത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. Today what we are going to tell is that Jesus can do that. ഒരുപക്ഷെ നിങ്ങൾ മണമില്ലാത്തവരായിരിക്കാം. Sometimes you may not have smell. നിങ്ങൾ രുചിയില്ലാത്തവരായിരിക്കാം. Sometimes you may not be having taste. നിങ്ങൾ നിറമില്ലാത്തവരായിരിക്കാം. Sometimes you may not have color. യേശുവിന് മാറ്റം വരുത്താൻ കഴിയും. But Jesus can bring change to your life. അതൊരു സെക്കൻഡ് കൊണ്ട്. It just requires a second. അതൊരു മിനിറ്റ് കൊണ്ട്. Within a minute. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറഞ്ഞ സമയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ യേശുവിന് കഴിയും. It only takes a short period of time than your expectation to make a miracle. ഒരുപക്ഷെ ഒരു മാറ്റമാണ് നിങ്ങളിൽ ആരൊക്കെയോ പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. I'm able to understand that some of you are expecting a change. പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു. Sometimes you may be expecting a change in your family life. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു. A change in the behavior of your children. നിങ്ങളുടെ വരുമാന മാർഗത്തിൽ ഒരു വ്യത്യാസം നിങ്ങൾ കാംക്ഷിക്കുന്നു. A change in your job. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. Sometimes you may be expecting a change in your spiritual life. ഈ കൊറോണ സീസണിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം. Sometimes you may be expecting a change in this COVID-19 season. ഈ സീസണിൽ ഒരു മാറ്റമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. We cannot live in this season without a change. ഈ സീസണിന് മുമ്പുള്ള രീതികൾ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്കൊരു മാറ്റം ആവശ്യമാണ്.
We cannot live in such a way that we used to live before this season. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഒരു മാറ്റം അനിവാര്യം. Your children's education system needs a change. നിങ്ങളുടെ തൊഴിൽ സംരംഭങ്ങളിൽ ഒരു മാറ്റം ആവശ്യം. Your way of working at workplace need a change. നമ്മുടെ ദൈനംദിന യാത്രകളിൽ വ്യത്യാസം വരണം. There should be a change in our day-to-day traveling. നമ്മുടെ സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല. Sometimes when we compare to our situation, we are not able to make changes. പക്ഷെ യേശുവിന് മാറ്റം തരാൻ കഴിയും. But Jesus can bring you change. യേശു നിങ്ങളുടെ മനസ്സിന് മാറ്റം തരും. Jesus can give you a change in your mind. യേശു നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം തരും. Jesus can change your thoughts. യേശു നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം തരും. Jesus can change your vision. യേശു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തരും. Jesus can give changes in your children's life. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ യേശുവിന് നൽകാൻ കഴിയും. Jesus can bring a lot of changes in your routine. പച്ചവെള്ളത്തെ അവൻ വീഞ്ഞാക്കിയില്ലേ? If Jesus could transform ordinary water to wine, അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരനായിരിക്കുന്ന നിന്നെ എന്തുകൊണ്ട് ദൈവത്തിന് മാറ്റിയെടുക്കുവാൻ കഴിയത്തില്ല? then why can't he change an ordinary person like us? ആകയാൽ യേശുവിന് മാത്രമേ നമ്മളെ മാറ്റാൻ കഴിയത്തുള്ളൂ. Therefore Jesus can only make change in our life. ശൗലിനെ യേശു പൗലൂസാക്കി മാറ്റി. God transformed Saul to Paul. അവൻ ദൈവജനത്തെ മുഴുവനും കൊന്നൊടുക്കുവാൻ അധികാരപത്രം മേടിച്ചു വന്നവനായിരുന്നു. He was a person who came with an order to destroy the children of God. ഒരു സെക്കൻഡ് കൊണ്ട് ദൈവം അവനെ മാറ്റിയില്ലേ? But God could change him within a second. ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ ഒരു സെക്കൻഡ് മതി. God needs just a second to make change in the mind of a person. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ മാറ്റമായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. Sometimes you may be expecting for a change in a person's life. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആകാം, Sometimes it may be your husband's, നിങ്ങളുടെ മക്കളെ ആകാം, your children's. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയുടെ മാറ്റമാകാം. Sometimes you may be expecting a change about your wife. ആരുടെ മാറ്റമാണെങ്കിലും ക്രിസ്തുവിന് അത് അസാധ്യമല്ല. It does not matter for God. Everything is possible to God. അതുകൊണ്ട് നമുക്കൊരു ചേഞ്ച് നൽകുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. Therefore, Jesus is a God who can give us a change. പക്ഷെ നിങ്ങളുടെ ശരീരത്തിനൊരു മാറ്റമായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. Sometimes you may be expecting a change for your body. നിങ്ങളുടെ ഉയരാത്ത കൈ ഒന്ന് ഉയർന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം. Sometimes you may be expecting for your dead hand to raise. ഒരുപക്ഷെ നിങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത കാലുകൾ ഒന്ന് നടന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. Sometimes you may be expecting to get life to your legs. ഒരുപക്ഷെ പ്രകാശിക്കാത്ത കണ്ണുകൾ ഒന്ന് പ്രകാശിച്ചു എങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. Sometimes you may be expecting for a vision of light. യേശു കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന കുരുടൻ ഒരു സെക്കൻഡ് കൊണ്ട് കാഴ്ച പ്രാപിച്ചു. The blind person who came to Jesus was healed. 38 വർഷക്കാലം ബെഥസ്ത കുളത്തിന്റെ കരയിൽ കിടന്ന മുടന്തൻ ഒരു നിമിഷം കൊണ്ട് സൗഖ്യം പ്രാപിച്ചു. The sick person who was expecting for a healing at Bethesda was healed when Jesus came to his life. അങ്ങനെയാണെങ്കിൽ യേശുവിന് ഒരു ശരീരത്തിന് വ്യത്യാസം വരുത്തുവാൻ അധിക സമയം വേണ്ട. Therefore, Jesus can make changes to a body within a little time. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് അവൻ. He is a God who can do impossible things to possible. ഒരു പ്രദേശത്തെ ഒരു നിമിഷം കൊണ്ട് മാനസാന്തരപ്പെടുത്തുവാൻ അവന് കഴിയും. He is powerful to make repentance of a locality. ഒരു ശതാധിപനെ ഒരു സെക്കൻഡ് കൊണ്ട് മാനസാന്തരപ്പെടുത്തിയവന് ഏത് വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയും. He is the God who could repent a centurion, and he is the God who can repent anybody else. സ്വർഗ്ഗത്തിലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May the Heavenly Father bless you. ഇന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയുമോ? Can you expect today? ഒരത്ഭുതത്തിന് വേണ്ടി പ്രതീക്ഷിക്കാമോ? Can you expect for a healing? ഒരടയാളത്തിന് വേണ്ടി പ്രതീക്ഷിക്കാവോ? Can you expect for a symbol? ഒരു മാറ്റത്തിന് വേണ്ടി പ്രതീക്ഷിക്കാവോ? Can you expect for a change? ഇന്ന് യേശു അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Today, Jesus desired to do that. നമുക്ക് യേശുവിൽ വിശ്വസിക്കാം.
Let us believe in Jesus. നമുക്ക് യേശുവിൽ മുറുകെ പിടിക്കാം. Let us depend on Jesus. നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. Let us pray to Jesus. കർത്താവേ എന്നെ സഹായിക്കണമേ. Lord, please help us. കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. Lord, please bless me. കർത്താവേ എൻ്റെ ജീവിതത്തിൽ നീ വരണമേ. Lord, please come to my life. കർത്താവേ എൻ്റെ ഹൃദയത്തിൽ നീ വരണമേ. Lord, please come to my heart. ഇന്ന് സമർപ്പിച്ചു കൊടുക്കാം. Let us dedicate ourselves. നമുക്ക് പ്രാർത്ഥിക്കാവോ? Let us pray together. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്കൊരുമിച്ച് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഒരുക്കി ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ആ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി ചില കുടുംബങ്ങളുടെ മേൽ പച്ചവെള്ളത്തിന് മാറ്റം സംഭവിപ്പിച്ച ദൈവം ഇന്ന് കുടുംബങ്ങളിൽ വലിയ മാറ്റം കൊടുത്ത്, വലിയ വ്യത്യാസം കൊടുത്ത്, വലിയ ആശ്വാസം കൊടുത്ത്, വലിയ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തെ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മനസ്സിന് മാറ്റം വരട്ടെ, ശരീരത്തിന് മാറ്റം വരട്ടെ, കുടുംബ ജീവിതങ്ങൾക്ക് മാറ്റം വരട്ടെ. സകലവും അങ്ങയുടെ നാമമഹിമയ്ക്കായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. Oh Lord, our Heavenly Father, we thank you for this great opportunity to learn your Bible, to experience something from your scripture, Lord. Lord, we pray for all those who are watching today through this Shalom Manna TV program. Lord, we pray for every family who are expecting a change, who are expecting your presence for a healing, for a miracle, for getting an eternal peace. Lord, bless them. Lord, fill their life with their expectations. Let their desires come true, Lord. Lord, thank you for hearing our prayer. Lord, we believe that today's TV program is going to be a blessing for all those who believe in you, Lord. Thank you for hearing our prayer. In Jesus' name, amen. Amen. Praise God.